പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവവചനത്തിൻ്റെ ശക്തി എന്നുള്ളതാണ്. അതിലൊരു വേദഭാഗം ഞാൻ വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വചനം ദൈവമാണ്. വചനമെന്ന് പറയുന്നത് ഒരു സ്വർഗീയ ഔഷധമാണ്. വചനം നമ്മെ വിടുവിക്കുന്നതാണ്. വചനമാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമായി ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത്. വചനം സ്വർഗീയമായ ഒരു ഔഷധമാണ്. ഈ വചനത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ വചനമാണ് ജീവിതത്തിൽ സൗഖ്യമായി ഇറങ്ങി വരുന്നത്. വചനത്തിൻ്റെ ശക്തി ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, വചനത്തിൻ്റെ ശക്തി ആത്മാവിനാൽ ആ വചനം കേൾക്കുമ്പോഴാണ് വചനം കേൾക്കുമ്പോഴാണ് ഹൃദയത്തിൽ വിശ്വാസമുണ്ടാകുന്നത്. വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആകർഷണമുണ്ടാകുന്നു. ആ വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു. വചനമാണ് നമ്മെ സൗഖ്യമാക്കുന്നത്. ഇരമ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായം 6-ാമത്തെ വാക്യം: ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി സമാധാനത്തെയും സന്തോഷത്തെയും വെളിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ രോഗത്തിന് ശാന്തി നൽകുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. വചനം എന്നെ തൊട്ട് സൗഖ്യമാക്കും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ, ഈ വചനം സൗഖ്യമാക്കുന്ന വചനം ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ആ വ്യക്തിയുടെ ശരീരത്തിൽ മേലുള്ള സകല രോഗങ്ങളും മാറുന്നു, സകല വ്യാധികളും മാറുന്നു. ആ വചനം ഇറങ്ങിച്ചെന്ന് ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നു. പുതിയ നിയമത്തിൽ ഒരു ഭാഗത്ത് 12 വർഷം രക്തസ്രാവുന്ന സ്ത്രീ ഏറെ വൈദ്യന്മാരിൽ ആശ്രയിച്ചു, എന്നാൽ ആ സഹോദരിക്ക് സൗഖ്യമില്ല. മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വാക്യം: മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശു സൗഖ്യദായകനാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകുന്നത്. 12 വർഷം ഏറെ വൈദ്യന്മാരിൽ ചികിത്സിച്ചിട്ടും ഈ സഹോദരിക്ക് ഒരു സൗഖ്യം ലഭിച്ചില്ല. അവളെ സമ്പത്തെല്ലാം വിറ്റ് അവൾ ചികിത്സ ചെയ്തു, അവൾക്ക് സൗഖ്യം ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗഖ്യദായകനായ നസറയനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൾ കേൾക്കുന്നത്. അവൾ ആദ്യം അവൾക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ വിശ്വസിക്കാനുള്ള ഒരു കാരണം, സൗഖ്യമാക്കുന്ന യേശുവിനെ അവൾ കേട്ടു. കേട്ട യേശുവിനെ കുറിച്ച് അവൾ വിശ്വസിച്ചു. അപ്പോൾ തൻ്റെ കേൾവിയാലാണ് തനിക്ക് ഹൃദയത്തിൽ വിശ്വാസമുണ്ടാകുന്നത്. അപ്പോൾ കേൾക്കപ്പെട്ട യേശുവിനെ അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് അവൾ ഒരു തീരുമാനമെടുത്തു. ഈ സൗഖ്യദായകനായ യേശു അനേകരെ സൗഖ്യമാക്കുന്നു, അനേക രോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്നു, കുരുടരെ സൗഖ്യമാക്കുന്നു, മുടന്തരെ സൗഖ്യമാക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അങ്ങനെ ഈ അത്ഭുതങ്ങളെ ചെയ്യുന്ന യേശുവിനെ കുറിച്ച് ആ 12 വർഷം രോഗത്താൽ മരണത്തോട് മല്ലടിക്കുന്ന സഹോദരി യേശുവിനെ കുറിച്ച് കേൾക്കുകയാണ്, യേശുവിൻ്റെ ശ്രുതിയെ കുറിച്ച് കേൾക്കുകയാണ്. ആ കേട്ടതായ വാക്കുകൾ അവൾ വിശ്വസിക്കുകയാണ്. ഈ യേശു സൗഖ്യദായകനാണെന്ന് അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് അവൾ തീരുമാനിച്ചു, ഞാൻ ഇനി വൈദ്യന്മാരടുക്കൽ പോകുന്നില്ല, ഇനി ഞാൻ ചികിത്സയ്ക്ക് പോകുന്നില്ല. ഇതുവരെ ഞാൻ ചികിത്സിച്ചിട്ട് എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. ഞാൻ കേട്ടതായ യേശു സൗഖ്യദായകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അവൾ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു, ഈ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിനെ കാണും, ഞാൻ യേശുവിനെ കാണാൻ പോവുകയാണ്. കാണുക മാത്രമല്ല, ആ യേശുവിൻ്റെ തൊങ്ങലിൽ ഞാൻ തൊടും. യേശുവിൻ്റെ തൊങ്ങൽ തൊടുമ്പോൾ എനിക്ക് സൗഖ്യം ലഭിക്കും. ആമേൻ. അവൾ യേശുവിനെ കേൾക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന വചനത്തിലൂടെ നമ്മൾ ദൈവത്തെ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വചനം, അതായത് സത്യവേദ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിൽ നിന്നും ജീവനുള്ള ദൈവത്തെ കാണാൻ കഴിയുന്നു. സൗഖ്യമാക്കുന്ന യേശുവിനെ കാണാൻ കഴിയുന്നു. സമാധാനം തരുന്ന യേശുവിനെ കാണാൻ കഴിയുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവിനെ കാണാൻ കഴിയുന്നു. നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന യേശുവിനെ കാണാൻ കഴിയുന്നു. ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന യേശുവിനെ കാണാൻ കഴിയുന്നു. സന്തോഷം അനുഭവിക്കാനുള്ള കാര്യാദികൾ എന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സത്യവേദ പുസ്തകത്തിലൂടെ നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയുന്നു. സ്നേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. വചനം വായിക്കുമ്പോൾ യേശു നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം വചനത്തിലൂടെ നമ്മൾ കാണുന്നു, അത് കേൾക്കുന്നു, വചനം വായിക്കുന്നു. വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ നമ്മളെ യേശുവിനെ കാണുകയും കേൾക്കുകയും ആ ജീവനുള്ള യേശുവിനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ വചനമാണ് ദൈവം. വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മൾ ജീവനുള്ള ദൈവത്തെ കാണുന്നത് ഈ സത്യവേദ പുസ്തകത്തിലൂടെയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ ഒരു ജീവനുള്ള യേശു ഈ ഭൂമിയിൽ ഉണ്ട്. ഒരു ജീവനുള്ള യേശു നമ്മെ വിടുവിപ്പാൻ യേശു ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. ഭൂമിയിലായിരുന്നപ്പോൾ യേശു അനേകരെ സൗഖ്യമാക്കി. ആ യേശു നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥനായി കടന്നുപോയിരിക്കുന്നു. ആ യേശു ഒരു ദിവസം വീണ്ടും നമ്മെ ചേർക്കുവാൻ വരുമെന്ന് നമ്മൾ കേൾക്കുന്നതും വിശ്വസിക്കുന്നതും വചനം പഠിക്കുമ്പോഴാണ്. വചനത്തിലൂടെയാണ് യേശുവിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ യേശു അത്ഭുതം ചെയ്യുന്ന യേശുവാണ്. ഈ വചനം നമ്മൾ വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഈ വചനമാണ് ദൈവമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇറങ്ങി വന്ന് ഏത് രോഗത്തെ സൗഖ്യമാക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം. ഈ വചനത്തെ ദൈവമായി വിശ്വസിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ രോഗങ്ങൾ അഴിഞ്ഞു പോകും. ഈ 12 വർഷം രക്തസ്രാവുന്ന സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടു. അവൾ കേട്ടത് വചനത്തിലൂടെ. അവൾ യേശുവിന്റെ ശ്രുതി കേട്ടു. ആ കേട്ടത് അവൾ വിശ്വസിച്ചു. അവൾ ഹൃദയത്തിൽ യേശു സൗഖ്യമാക്കുമെന്ന് വിശ്വസിച്ചു. വിശ്വസിച്ച സഹോദരി യേശു എവിടെ ആയിരിക്കുന്നത് കാണുവാൻ അവൾ യേശുവിനെ അന്വേഷിച്ചിറങ്ങി. അവൾ യേശുവിനെ കാണുവാൻ തീരുമാനിച്ചു. കാണുക മാത്രമല്ല, ഞാൻ യേശുവിനെ തൊടും. അതാണ് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം. ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ യേശുവിനെ കാണുമ്പോൾ നമ്മൾ ആത്മാവിനാൽ യേശുവിനെ തൊടണം. ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ആ യേശു എന്നെ സൗഖ്യമാക്കാൻ ശക്തനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആമേൻ. ആ സഹോദരി തീരുമാനിച്ചു. അവൾ യേശുവിനെ കാണുവാൻ കടന്നുപോയി. വളരെ പുരുഷാരത്തിന്റെ നടുവിലൂടെ യേശു കടന്നു പോകുന്നു. അതൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. അവൾ കേട്ടതായ കേൾവി, യേശു സൗഖ്യദായകനാണ്. വളരെ പ്രയാസമാണ്, പക്ഷേ പുരുഷാരത്തിന്റെ നടുവിലൂടെ പോയി യേശുവിന്റെ തൊങ്ങൽ അവൾ തൊടുമെന്നൊരു തീരുമാനമെടുത്തു. ആ തൊങ്ങൽ അവൾ തൊട്ടു. തൊട്ട നിമിഷത്തിൽ യേശുവിനൊരു ശക്തി വെളിപ്പെട്ടു. ആ ശക്തി അവളെ ശരീരത്തിലെ രോഗശക്തികൾ അടിച്ചു മാറ്റി. ആ സമയത്ത് യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. നിന്റെ വിശ്വാസം പോലെ നിന്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ. നീ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വചനത്തിന്റെ ശക്തി. നീ ദൈവവചനം വായിക്കുമ്പോൾ ഈ വചനത്തിന്റെ ആത്മാവിന്റെ ശക്തി
നിന്റെ ഹൃദയത്തിൽ സ്പർശിക്കട്ടെ. വചനം നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിന്റെ ശരീരത്തിന്റെ ഏത് രോഗശക്തികളെയും അഴിച്ചു മാറ്റുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഈ വചനത്തിലൂടെ നീ യേശുവിനെ കാണുമ്പോൾ ആ യേശുവിനെ തൊടുവാൻ നീ ആഗ്രഹിക്കുകയും ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആ വചനം എന്ന യേശുവിന്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഒരനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഏകദേശം 4 വർഷങ്ങൾക്ക് മുന്നമേ ആ കോവിഡിന്റെ ലോക്ക്ഡൗൺ സമയത്ത് ഒരു മാതാപിതാക്കൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ച് 3 മാസമായപ്പോൾ കുഞ്ഞിന്റെ വയറിൽ ഒരു വലിയ മുഴ കാണുവാനിടയായി. എമർജൻസി ആയിട്ട് അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്തു. ആ മുഴ പുറത്തെടുത്ത് ബയോപ്സി ചെയ്യുമ്പോൾ ആ 3 മാസം കഴിഞ്ഞ കുഞ്ഞിന് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ക്യാൻസർ സെന്ററിൽ കുഞ്ഞിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകണമെന്ന നിർദ്ദേശം കൊടുത്തു. ആ സമയത്ത് ആ മാതാപിതാക്കൾ വളരെ വേദനപ്പെട്ടു. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. എന്നാൽ അവർ വളരെ നിരാശപ്പെട്ടു. രണ്ടാമത്തെ കുഞ്ഞ് ആൺകുട്ടിയാണ്, മൂത്തത് ആൺകുട്ടിയാണ്. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം അവർ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഫോണിലൂടെ അവർക്ക് വേണ്ടി ദൈവവചനത്തിന്റെ ആശ്വാസങ്ങൾ പറഞ്ഞുകൊടുത്ത്, യേശുവിനെ അവർക്ക് പറഞ്ഞുകൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു ദിവസം ആ കുഞ്ഞുമായിട്ട് അവർ ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുന്നമേ ഞങ്ങളെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുവാൻ ആ കുഞ്ഞുമായി കടന്നു വന്നു. ഒരു ടവലിൽ ആ കുഞ്ഞിനെ പൊതിഞ്ഞ് ആ മാതാപിതാക്കൾ വളരെ വേദനയോടെ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുമായി കടന്നു വരുമ്പോൾ, ഞങ്ങളുടെ അടുക്കൽ ആ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ, ആ കുഞ്ഞിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വളരെ വേദനപ്പെട്ടു. ആ പിഞ്ചോമനെ എടുത്തു വെച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവസന്നിധി കൊടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവമേ, ഇതാ ഞാൻ രോഗശാന്തി ആരോഗ്യം വരുത്തി സമാധാനത്തെ സന്തോഷത്തെ നൽകുന്ന ദൈവമേ. 3 മാസം കഴിഞ്ഞ് ഏകദേശം 4 മാസമായ കുഞ്ഞിന് ഒരു ബയോപ്സി എടുക്കാനുള്ള കഴിവില്ല. സൃഷ്ടിച്ച ഉടയവനായ ദൈവമേ, ദൈവത്തിന്റെ വചനം അയച്ച് അങ്ങ് സൗഖ്യദായകനാണ്. ഈ കുഞ്ഞിനെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിന് വേണ്ടി അല്പസമയം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച കുഞ്ഞിനെ മാതാപിതാക്കളുടെ കരങ്ങൾ കൊടുത്തു. അവര് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ആ സമയത്ത് ഞാൻ ആ സഹോദരിയുടെ ഒരു കാര്യം പറഞ്ഞു. രോഗശാന്തിയുടെ തിരുവചനങ്ങളെ വേദപുസ്തകത്തെന്ന് ഞാൻ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ ആ മകളോട് ഇങ്ങനെയാണ് പറഞ്ഞത്: രോഗത്തിന്മേ ശാന്തി ലഭിക്കുന്ന വചനമെന്ന ഔഷധം, വചനം സ്വർഗീയ ഔഷധമാണ്. കൃപയിൽ സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇതൊരു സ്വർഗീയ ഔഷധമാണ്. ഈ ലോകത്തിലെ ഔഷധത്തെക്കാൾ വിലപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനമെന്ന ഔഷധം. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞ നിർദ്ദേശം ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് ആ സമയത്ത് നൽകിയ ഒരു നിർദ്ദേശമായിരുന്നു. ഞാൻ ആ സഹോദരിയോട് ഇങ്ങനെ പങ്കുവച്ചു: പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഈ രോഗശാന്തിയുടെ വചനത്തിൽ കുഞ്ഞിനെ ഓരോ ദിവസങ്ങളും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു മരുന്ന് കൊടുക്കുന്നതിന് മുന്നമേ രോഗശാന്തിയുടെ വചനം കുഞ്ഞിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ആ സഹോദരി മറ്റൊന്നും അറിയത്തില്ല, ആത്മീയരും മറ്റ് പ്രാർത്ഥനയെ ഒത്തിരി അറിയത്തില്ല. പക്ഷേ അതുപോലെ ആ നിർദ്ദേശം അനുസരിച്ച് എല്ലാ ദിവസങ്ങളും ആ വചനം കുഞ്ഞിന്റെ ചെവിയിൽ രാവിലെ ആ സഹോദരി പറഞ്ഞുകൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. നിരന്തരമായി പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞ് ഈ കുഞ്ഞിനെ ക്യാൻസർ സെന്ററിൽ വീണ്ടും ചെക്കപ്പിനായി കൊണ്ടുപോയി. അതായത് ചികിത്സയ്ക്ക് മുന്നമേ വീണ്ടും അവർ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യും. ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് അവർ ചികിത്സ തുടങ്ങുന്നത്. ആ സമയത്ത് അവിടെ കൊണ്ടുപോയി ആ കുഞ്ഞിനെ ബ്ലഡ് എല്ലാം വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഡോക്ടർ എല്ലാ റിസൾട്ടും നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിന് ക്യാൻസർ ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. പ്രത്യേകിച്ച് ഒരു മരുന്നും ആ കുഞ്ഞിന് കൊടുത്തില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ വചനമാന്ന ഔഷധം ആ മാതാപിതാക്കൾ കുഞ്ഞിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത് ദൈവ ശബ്ദം കേൾപ്പിച്ചതുപോലെ ആ കർത്താവിൽ അവർ വിശ്വസിച്ച്
ആ വചനപ്രകാരം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ആ കുഞ്ഞിന്റെ വയറിനകത്തുള്ള ക്യാൻസറിന്റെ അംശങ്ങളെ കരിച്ചു കളഞ്ഞ് ആ കുഞ്ഞിന് അത്ഭുത സൗഖ്യം കൊടുത്തു. ഇന്നേക്ക് കുഞ്ഞിന് 4 വയസ്സ് കൂടുതലായി. അത്ഭുത സൗഖ്യത്തോടും ആരോഗ്യത്തോടും സൗഖ്യത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു. അതെ, ദൈവവചനത്തിന്റെ ശക്തി. വചനം ദൈവമാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനത്തെ നീ ഒരു ഔഷധമായി നിന്റെ ജീവിതത്തിൽ നീ സ്വീകരിക്കുന്നുവെങ്കിൽ അത് ഔഷധം കുടിക്കുന്നത് പോലെ രോഗശാന്തിയുടെ വചനങ്ങൾ നീ പ്രഖ്യാപിച്ച്, നാവുകൊണ്ട് പ്രഖ്യാപിച്ച് ആ വചനത്തെ നിന്റെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് നീ സൗഖ്യമായി സ്വീകരിച്ച് ഒരു രോഗിയെ നോക്കി വചനത്തെ, വചനമെന്ന ദൈവത്തെ നീ അത് പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി, ആ വചനത്തിന്റെ ശക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയി ആത്മാവിന്റെ ശക്തി തൊട്ട് സൗഖ്യമാക്കും. 12 വർഷം രക്തസ്രാവുന്ന സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടു. അതെ, അവൾ വചനത്തെ കേട്ടു, കേട്ട വചനം വിശ്വസിച്ചു. അത് ജീവിക്കുന്ന യേശുവാണ് സൗഖ്യദായകൻ എന്ന് അവൾ വിശ്വസിച്ചു. ആ യേശുവിനെ കാണാൻ അവൾ ആഗ്രഹിച്ചു. കാണുക മാത്രമല്ല, യേശുവിനെ തൊടാൻ അവൾ ആഗ്രഹിച്ചു. അവളുടെ വിശ്വാസം പോലെ അവൾ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഭാരപ്പെടേണ്ട. നീ വചനത്തിൽ വിശ്വസിക്കുക. വചനത്തിന്റെ ശക്തി നിന്റെ ഏത് രോഗങ്ങളെ സൗഖ്യമാക്കും, നിന്റെ ഏത് വിഷയങ്ങളെ സൗഖ്യമാക്കും, നിന്റെ ഏത് വിഷയങ്ങൾക്കും പരിഹാരം നൽകും. നീ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നീ ഒരു ഫോണോടുകൂടെ എഴുന്നേൽക്കാതെ ദൈവവചനം എന്ന ഔഷധം നീ കഴിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടും ആ വചനമായ ദൈവത്തെ നീ വിശ്വസിച്ചും കൊണ്ടും നീ പ്രഭാതത്തിൽ എഴുന്നേൽക്ക്. നിന്റെ നാവ് കൊണ്ട് നീ വചനത്തെ പ്രഖ്യാപിക്ക്, ഉരുവിട്. ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ ശരീര മേഖലകൾ ഇറങ്ങിച്ചെന്ന് നിന്നെ സൗഖ്യമാക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഏത് വിഷയമായി കൊള്ളട്ടെ, ഈ വചനത്തെ നീ വിശ്വസിക്കുക. വചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നിങ്ങളുടെ ഏത് പ്രാർത്ഥന വിഷയമായിരുന്നാലും കർത്താവിൽ വിശ്വസിക്കുക. ഈ വചനത്തെ നീ വിശ്വസിക്കുക. വചനം ദൈവമാണ്. ആ വചനത്തിന്റെ ശക്തി നിന്നിൽ ഇറങ്ങി നിന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. ഈ സന്ദേശപ്രകാരം നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഈ കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. ഈ വചനത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇവരെ ശരീരങ്ങൾ ഇറങ്ങിച്ചെന്ന ഇവരനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളാകട്ടെ, ഏത് രോഗശക്തികളാകട്ടെ, ഈ വചനം തൊട്ടവരെ സൗഖ്യമാക്കും. പരിശുദ്ധാത്മാവരെ തൊടണമേ, സൗഖ്യമാക്കണം. ദൈവസമാധാനവും സൗഖ്യവും ഈ ജനത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.